ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഒരുപാട് വേദന നിറഞ്ഞ എപ്പിസോഡ് തന്നെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് എന്ന് പറയുന്നത്. രേവതിയും സച്ചിയും ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് പ്രയത്നങ്ങളോടുകൂടി തന്നെയായിരുന്നു സച്ചി ആ ഒരു കട രേവതിക്ക് സമ്മാനിച്ചത്. ആ കട നല്ല ഉയർന്നു വരികയും നല്ല കച്ചവടം കിട്ടുകയും അവരങ്ങനെ അവരുടെ ആ ഒരു നില ഉയർന്ന് ഓരോ സ്വപ്നങ്ങളായിട്ട് രേവതി നേടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കോർപ്പറേഷൻ എല്ലാവരും കൂടി ചേർന്ന് വന്ന് ആ ഒരു കട എടുത്തുകൊണ്ട് പോയത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ചന്ദ്രമതിയും ശ്രുതിയും ആണെങ്കിലും ആ സത്യം ഇതുവരെയും ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ വളരെ സങ്കടത്തോടു കൂടി പൊട്ടി കരഞ്ഞുകൊണ്ട് രേവതി അവിടെ വീടിന് മുന്നിൽ ഇരിക്കുവാണ്. താൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനി എന്ത് സംഭവിക്കും? രേവതിയുടെ ഈ വിഷമം മാറ്റാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ? വീണ്ടും അവരുടെ സ്വപ്നങ്ങൾ നേടാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ രേവതി ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വീടിന് മുന്നിൽ ഇരിക്കുന്നത്. സച്ചേട്ടൻ തനിക്ക് വേണ്ടിയിട്ട് ആശിച്ച് വെച്ച് തന്ന കടയാണ്. ആ കടയിൽ നിന്നും ഒരുപാട് ലാഭം നേടാനായിട്ടും ആ ലാഭം കിട്ടിയത് വെച്ചിട്ടാണ് സച്ചേട്ടൻ ഒരു കാർ വരെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് രേവതിക്ക് സാധിച്ചത്. ഓരോ ദിവസവും തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇടുത്തിയായിട്ട് രേവതിക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയത്. അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാതെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് സച്ചി വന്നപ്പോൾ തന്നെ രേവതിയോട് ചോദിച്ചത്, രേവതി നമ്മുടെ കട എവിടെ? ആ വരുന്ന വഴിക്ക് കട കാണാനല്ലോ അല്ലേ, എവിടെ കട എവിടെ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ രേവതി പൊട്ടി കരയുവാണ്. സച്ചി കാര്യം തിരക്കി. അപ്പോഴാണ് രേവതി പറയുന്നത്, സച്ചിയുടെ നമ്മളെ കട പോയി, ആരോ റോഡ് സൈഡിൽ കട കൊണ്ട് വെച്ചിരിക്കുകയാണ്, നടക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ചിട്ട് പരാതി കൊടുത്തു എന്നും ആ പരാതിക്ക് പിന്നാലെ തന്നെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് ആ കട അവരെടുത്തോണ്ട് പോയി. ഞാൻ ഒരുപാട് വട്ടം അവരുടെ കാല് പിടിച്ച് പറഞ്ഞു, കട കൊണ്ടുപോകരുത്, ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്, ഞങ്ങളുടെ അന്നം മുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞുവെങ്കിലും അവരതൊന്നും കേട്ടില്ല. അവസാനം ഞങ്ങളുടെ കടയും കൊണ്ടുപോയി. എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് രേവതി സച്ചിയോട് പറഞ്ഞു. എന്നിട്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ്. സച്ചിക്ക് എങ്ങനെ ആശ്വസിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു വിഷയത്തിൽ തന്നെ സച്ചി ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇത്രയും കോമൺ സെൻസ് ഇല്ലേ? എത്ര കടകൾ ഇവിടെ ഉണ്ട്, ഇത്രയും കടകൾ ഈ റോഡ് സൈഡിലല്ലേ ഇരിക്കുന്നത്, എന്നിട്ട് അവർക്കൊന്നും ഇത്രയും പറയാനായിട്ട് പറ്റത്തില്ലേ? അല്ലെങ്കിൽ അവർക്ക് ആ കടകൾ ഇരിക്കുന്നത് കണ്ടിട്ട് അവർക്കൊരു കുഴപ്പമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. രേവതി അകത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചപ്പോൾ രവി ഉണ്ടായിരുന്നു, ശ്രുതിയും ചന്ദ്രമതിയും ഉണ്ടായിരുന്നു. അപ്പോൾ രവിയോട് സച്ചി പോയി പറഞ്ഞു, അച്ഛാ കണ്ടോ, ഞങ്ങളുടെ കട എടുത്തോണ്ട് പോയി, കോർപ്പറേഷൻകാരെ എടുത്തോണ്ട് പോയി. അപ്പോൾ രവി അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് രവീന്ദ്രൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നടന്ന സംഭവങ്ങൾ സച്ചിയോട് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. സച്ചിക്ക് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. രേവതിക്ക് ഒരു വരുമാന മാർഗമായിട്ട് തന്നെയാണ് ഈ ഒരു കട ഇങ്ങനെ വെച്ചു കൊടുത്തത്. അതൊക്കെ കൊണ്ട് തന്നെ സച്ചിക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര സങ്കടവും ഒക്കെ ആയിരുന്നു. ഈ സമയത്തും ശ്രുതി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിച്ചത്. വഴിയോരത്ത് കടയുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവുക തന്നെ ചെയ്യും, അല്ലാതെ വെറുതെ ഇരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ടും ശ്രുതി ശ്രമിച്ചു. ഒപ്പം തന്നെ രേവതിയെ കുറ്റപ്പെടുത്താനായിട്ടൊക്കെ ചന്ദ്രമതിയും ശ്രുതിയും ശ്രമിച്ചു. ആ സമയത്ത് താൻ ഉയർന്നു വരണം, താനൊരു വീട്ടുജോലിക്കാരി മാത്രമല്ല, ഒപ്പം താൻ വലിയൊരു നിലയിലെത്തണം, നല്ലൊരു ജോലി ചെയ്ത് നല്ല അധ്വാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചേട്ടൻ എനിക്ക് ആ ഒരു കട വെച്ച് തന്നത്. പക്ഷെ ഞാനിനി ഈ അടുക്കളക്കാരിയായിട്ട് തന്നെ ജീവിച്ചോളാം, എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ ഈ അടുക്കളക്കാരിയായിട്ട് തന്നെ മാറും എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടു കൂടി പൊട്ടിക്കരഞ്ഞ് രേവതി അകത്തോട്ട് കയറിപ്പോയി. എന്നാൽ ആ സമയത്ത് തന്നെ സച്ചി ഉറപ്പിച്ചു പറഞ്ഞു, എൻ്റെ രേവതിയുടെ സങ്കടം കാണേണ്ടി ഇടവന്ന, അല്ലെങ്കിൽ എൻ്റെ രേവതിയെ സങ്കടപ്പെടുത്തിയ ഈ കട ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു ശല്യമാണെന്നൊക്കെ പറഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ചു പറയിപ്പിച്ച എല്ലാവരെയും ആ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ഞാനൊരു മുട്ടൻ പണി തരും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സച്ചി പോയത്. സച്ചിക്ക് അറിയാം ഇതിന്റെ പിന്നിൽ ചന്ദ്രമതിയും ശ്രുതിയുമാണെന്ന് നല്ല സംശയമുണ്ട്. എന്നാൽ അകത്ത് പോയിട്ടും ഭയങ്കര സങ്കടമാണ്. എന്നാൽ ഇതിനിടയിൽ ഇങ്ങനെ ഒരു കുരുട്ടുബുദ്ധി ഉണ്ടാക്കി രേവതിക്ക് പണി കൊടുത്തതിൻ്റെ പേരിൽ ചന്ദ്രമതി ശ്രുതിയോട് ഒരുപാട് പ്രശംസിക്കുകയും ശ്രുതിയെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ രാത്രിയായിട്ടും രേവതി ഒന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര സങ്കടത്തിലാണ്. പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്ന് രേവതിയെ പിടിച്ചിരുത്തി സച്ചി ഭക്ഷണം കൊടുക്കുന്ന സമയത്തും രേവതി നീ പേടിക്കാതെ, നമ്മൾ ഉയർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഇതെല്ലാം ചെയ്തത്, പക്ഷേ നമ്മൾ അധ്വാനിക്കാനായിട്ടൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉയർന്നു വരിക തന്നെ ചെയ്യും, ഇതിന് നമുക്കൊരു പ്രതിവിധി ഉണ്ടാക്കാം എന്ന് സച്ചി രേവതിക്കൊരു വാക്ക് കൊടുത്തു. എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒരു പണി കിട്ടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.